SNG വ്ളോഗ്സ്. ഇന്ന് നമ്മളുള്ളത് ഈ കാണുന്ന ലോറിമർ പാർക്കിലാണ്. അപ്പം ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഫിലാഡൽഫിയ കൗണ്ടി അല്ല, മൺഗോമറി കൗണ്ടി എന്ന് പറയുന്ന ഒരു കൗണ്ടിയിലുള്ള ഒരു പാർക്കാണ്. നല്ലൊരു പാർക്കാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. നമുക്കിനി ഈ സൈഡിലോട്ട് നടന്ന് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്. കുറേ ടെൻറ്റുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ എന്നുള്ള എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും പരിപാടിയൊക്കെ ഇവിടെ നടത്തണമെങ്കിൽ ഇവിടെ ഇങ്ങനെ പല പല ടെൻറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത് നിന്ന് ഇവിടെ നോക്കാം. ഇവിടെ വീൽ ചെയർ ആക്സസിബിൾ ആണ്. അവിടെ ഉണ്ട്. മാസ്ക് വെക്കണം എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ടെൻസ് ഒക്കെ ഉണ്ട്. ആൾക്കാർ ബാർബിക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഈ തണുപ്പത്ത് വന്ന് ചെയ്യുന്നുണ്ട്. ചില പുകയുടെ ചൂടൊക്കെ അടിക്കുമ്പോഴത്തേനും ഒരു ആൾക്കാർ വെളുത്തൊന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ഒരു ചെറിയൊരു ഷെഡ് പോലെ എന്തുവായിരിക്കും അത് നോക്കാം. റിസർവ് ചെയ്യുന്നതാണ്. കാശ് കൊടുത്ത് റിസർവ് ചെയ്തെടുക്കുന്ന റെന്റൽ ബിൽഡിംഗ്. റേഞ്ചറിൻ്റെ റൂം. നമുക്കിനി ആ പാലം കയറി പോയി നോക്കാം. അപ്പോൾ നമ്മൾ ആ പാലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. താഴെ വെള്ളമുണ്ട്, പക്ഷെ നമുക്ക് നടന്ന് വെള്ളം വേണം ക്രോസ് ചെയ്യാൻ പറ്റുന്ന അത്ര ആഴമുള്ളൂ വെള്ളത്തിന്. അപ്പോൾ നല്ല തണുപ്പായിരിക്കും. ഈ പാറയുടെ മുകളിലൊക്കെ ആൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് കയറുന്നവരൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഇതിലൊക്കെയാണല്ലോ ഇങ്ങനെ കയറി പോകുന്നവരുണ്ട്. ആ സമയത്ത് താഴോട്ടൊക്കെ ഇത് ഇറങ്ങിപ്പോയി. പക്ഷേ വെള്ളത്തിലേക്ക് അങ്ങനെ ഡൈവ് ചെയ്ത് ചാടാനും പാകത്തിനൊന്നും വെള്ളമില്ല. ജസ്റ്റ് മുട്ടിന് താഴെ വെള്ളമുള്ളൂ. ഇപ്പോൾ അത് മുമ്പേ കണ്ട വഴി ഈ ബൈക്കേഴ്സിനൊക്കെ റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു വഴിയായിരുന്നു. വെള്ളച്ചാട്ടം ഇതാണ് വെള്ളച്ചാട്ടം. പിന്നെ ഇതിലെ നടന്ന് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. മേളിലോട്ടൊക്കെ കയറി പോകണമെങ്കിൽ ഇതിലെ നടന്ന് കയറി പോവാം. അങ്ങനെ ഉണ്ടതുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാലം പോലെ പണിത് വെച്ചേക്കുന്നതാണ്. നമ്മൾ നടന്നു വന്ന ഈ വഴിക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ളൊരു പാലം, ഒരു വീട് പോലെ പണിത് വെച്ചേക്കാണ്. കാണത്തില്ല, ഇതിൻ്റെ അകത്ത് ലൈറ്റില്ലാത്തതാണ്. ജസ്റ്റ് ഒന്നുമില്ല. ഇങ്ങോട്ട് തിരിഞ്ഞ് വെള്ളമൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ
ഈ താറാവ് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരു 100 താറാവ് ഉണ്ടായിരുന്നു ഇതുപോലെ. താഴെ മുഴുവൻ ഇങ്ങനെ ഇതായിരുന്നു. ഇതിലിങ്ങനെ നടക്കാൻ സ്ഥലമില്ല. ജസ്റ്റ് ഈ മണ്ടയ്ക്കോട്ടൊക്കെ കയറി പോകാമെന്നല്ലാതെ ഇവിടുത്തെ വഴി ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഈ ചേറ് വന്നിരിക്കുക അതുള്ളതാണ്. ഇവിടെ ഇരുന്ന് കുറേ നേരം ഇവിടെ ഇരുന്നിട്ട് തിരിച്ചു പോവുക. നമ്മളെ നാട്ടിലിങ്ങനെ മരത്തേലൊക്കെ കുഞ്ഞിപ്പിള്ളേർ എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു മരത്തെ മാത്രമേ തകർപ്പനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ പിള്ളേരൊക്കെ വന്നിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വരാൻ നല്ലതാണ്. പിള്ളേരെ വെള്ളത്തിലൊക്കെ കിടക്കാം, കാരണം ആഴമൊന്നുമില്ല. പിന്നെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സീനറി ഉള്ള ഏറിയ കേട്ടോ. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആൾക്കാർ അവിടെ ചൂടൊക്കെ പിടിച്ചെഴുതിയിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി വന്ന കറക്റ്റ് സെൻറ്ററാണ്. ഇവിടെ നിന്നുള്ളൊരു 360 വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണാം. അവിടെയാണ് നമ്മൾ മുന്നേ പോയ അക്കരെയുള്ള സ്ഥലം. ഇപ്പം നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് കയറി വെള്ളം കഴിയുമ്പോൾ ഉണ്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അത് നമ്മൾ വണ്ടി കയറി വീട്ടിൽ പോകും. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട്? ഇത് 5 മിനിറ്റ് വണ്ടിയിൽ വരാനുള്ള ദൂരമുണ്ട് ഈ പാർക്കിലേക്ക്. നല്ല രസമുള്ളൊരു പാർക്കാണത്. തുടക്കത്തിൽ കണ്ട എൻട്രൻസ് ആണിത്. ഇത് റോഡ് ക്രോസ് ചെയ്താണ് നമ്മൾ കാണാൻ വണ്ടി പാർക്ക് ചെയ്ത് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ചെറിയ നടപ്പാത വരെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ എൻട്രൻസ്, പാർക്കിലൂടെ ഇറങ്ങുന്നതിൻ്റെ. ഇവിടെ നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട്. എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് കിടക്കുന്നത്. അങ്ങനെ നിങ്ങൾ ലോറിമൂർ പാർക്കിൻ്റെ വിശേഷങ്ങളും പാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.